എഫിൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചില വിവരങ്ങൾ കൂടി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കിരൺ. അതായത് ഇത്തരത്തിൽ ക്രാഷ് എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരും. ഒപ്പം തന്നെ ഒരു ക്രാഷ് ഉണ്ടായി എന്ന് ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ പൈലറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പൈലറ്റിൻ്റെ വിശദാംശങ്ങളോ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങളോ ഇതുവരെ അവർ പുറത്തുവിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മിക്കവാറും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം തന്നെ പുറത്തു വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ ഇവർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും 3:40 ഇന്ത്യൻ സമയം 3:40 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അരികെയാണ് ഈ 17ാമതായി വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ തേജസ് വിമാനം ഇന്ന് നടന്ന എയർ ഷോയിൽ 17ാമതായാണ് പ്രതിനിധീകരിച്ചത്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. 3 വിമാനങ്ങൾ ഒരേ സമയം ഈ അഭ്യാസം നടത്തുന്നതിനിടയിലാണ് ഒരു വിമാനം പൊടുന്നതിനെ തകർന്നു വീണത് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എയർ ഷോയുടെ അവസാന ദിവസമായിരുന്നു ഇന്ന്. 5 ദിവസമായിരുന്നു ഈ ഒരു എയർ ഷോ നിശ്ചയിച്ചിരുന്നത്. അതിൽ അവസാന ദിവസമായി ഇന്നാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിശ്വസ്തമായിട്ടുള്ള ഒരു യുദ്ധവിമാനങ്ങളിൽ ഒന്നുകൂടിയാണ് തേജസ് എന്ന് പറയുന്നത്. അടുത്തിടെ MiG-21 സ്ഥാനം ഒഴിഞ്ഞതോടുകൂടി കാലപ്പഴക്കം ചെന്നതിനോടുകൂടി ആ സ്ഥാനത്തേക്ക് വന്ന മാർക്ക് 1A എന്ന പതിപ്പിൽപ്പെട്ട തേജസ് യുദ്ധവിമാനമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഇത് ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ തന്നെ ആദ്യ തലമുറയിൽപ്പെട്ടതാണല്ലോ ഈ 1 എന്ന് പറയുന്നത്, മാർക്ക് 1 എന്ന് പറയുന്നത്. അത് തന്നെ 83 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പക്കൽ തന്നെ ഉണ്ട്. അത് എല്ലാ തരത്തിലും അതിൻ്റെ സാങ്കേതികത എല്ലാം തെളിയിക്കുകയും കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഏകദേശം 23 വർഷമായി ഫലപ്രദമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു യുദ്ധവിമാനമാണ്. അത്രത്തോളം വിശ്വാസ്യതയുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് എയർ ഷോ എന്നൊക്കെ പറയുമ്പോൾ ബൈക്ക് അഭ്യാസം പോലെ തന്നെയാണ് ഇത്. 2200 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന വളരെ വലിപ്പം കുറഞ്ഞ ഒരു വിമാനം, വലിപ്പവും ഭാരവും വളരെ കുറഞ്ഞ വിമാനമാണ്. അതൊക്കെയാണ് ഈ തേജസിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്തരമൊരു വിമാനത്തിൽ അഭ്യാസം കാണിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പൈലറ്റിൻ്റെ കൺട്രോളൊക്കെ വളരെ പ്രധാനമാണ്. അത്തരം ഉള്ള കൺട്രോളും പരിശീലനവും ഒക്കെ, അതും പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ അത്രത്തോളം പരിശീലനം നേടിയ ആളുകൾ തന്നെയാവും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇജക്റ്റ് ചെയ്ത് പുറത്തു പോകാൻ കഴിഞ്ഞ ജയ്സാൽമീർ അപകടത്തിലൊക്കെ പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് പുറത്തു പോകാനുള്ള സമയം കിട്ടിയിരുന്നു. ഈ 2200 കിലോമീറ്റർ വേഗതയിൽ വരുന്നൊരു വിമാനം, പ്രത്യേകിച്ച് എയർ ഷോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉയരത്തിലേക്ക് ഉയരില്ല. വിമാനം ചെറുതായതുകൊണ്ട് തന്നെ താഴെ നിൽക്കുന്നവർക്ക് കാണത്തക്ക ഉയരത്തിലാവും സാധാരണ വ്യോമാഭ്യാസങ്ങളിലെല്ലാം വിമാനങ്ങൾ വരിക. അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ടപ്പോൾ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അപകടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയായി മാറിക്കാണാനൊക്കെ ഇടയുണ്ടോ അങ്ങനെ? കിരൺ, അതായത് ഈ 0 ആൾട്ടിറ്റ്യൂഡിൽ പോലും തന്നെ പൈലറ്റിനെ ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൗകര്യം ഈ ഒരു അത്തരത്തിലൊരു പ്രത്യേകത ഈ തേജസ് വിമാനത്തിനുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 23 വർഷമായി ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമാണ്. പക്ഷേ അടുത്തിടെയിലാണ് ഇന്ത്യ തദ്ദേശമായി ഇത് വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത്. അതിൻ്റെ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ഒക്ടോബർ 17-നായിരുന്നു ഇത്തരത്തിൽ യുദ്ധവിമാനം നാസിക്കിൽ നിന്ന് പറന്നുയരുകയും തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത ഈ യുദ്ധവിമാനം സുരക്ഷിതമായി തന്നെ ആ പരിശീലനം പറക്കലൊക്കെ അതിൻ്റെ തദ്ദേശ തലത്തിൽ തന്നെ നിർമ്മിച്ചാൽ പോലും തന്നെ അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തൊരു വിമാനം കൂടിയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വ്യോമാഭ്യാസത്തിൻ്റെ ഭാഗമായി തേജസ് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. തേജസ് MK-1 യുദ്ധവിമാനം അന്നും ഇത്തരത്തിൽ, അതായത് ഈ നേരത്തെ ഈ കഴിഞ്ഞ വർഷം ഇതിൻ്റെ പരിശീലന പറക്കൽ നടക്കേണ്ടതായിരുന്നു. ഈ തദ്ദേശമായി വികസിപ്പിച്ചെടുത്തതിന് ശേഷം ചില സാങ്കേതിക തകരാറുകളൊക്കെ അന്നൊക്കെ ഉടലെടുത്തിരുന്നു. അതായത് ഈ പറന്നുയരാൻ തയ്യാറെടുക്കുമ്പോഴൊക്കെ ഈ യുദ്ധവിമാനത്തിൻ്റെ ഉണ്ടാകുന്ന ചില തടസ്സം അത് വലിയ രീതിയിൽ വ്യോമസേനയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നടത്താനിരുന്ന പരിപാടി അതിൽ കാലതാമസം ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതായിരുന്നു വ്യോമസേന പറയുകയും ചെയ്തത്. അതിനുശേഷമായിരുന്നു ഇതിൻ്റെയൊക്കെ ഈ തടസ്സങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അമേരിക്കയിൽ നിന്നുള്ള GEO F404 എഞ്ചിൻ എത്തിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അതിൻ്റെയൊക്കെ ഒരു തടസ്സം അത് മാറ്റുകയും ഒപ്പം തന്നെ പൂർണ്ണ തോതിൽ അത് സർവ്വസജ്ജമായി കഴിഞ്ഞ ഒക്ടോബറിൽ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ദുബായ് എയർ ഷോയുടെ ഒക്കെ ഭാഗമായത്. അടുത്തിടെ നടന്ന തൃശ്ശൂൽ വ്യോമാഭ്യാസമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട വ്യോമാഭ്യാസം നടത്തിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു തേജസ് വിമാനം എന്നുള്ളതാണ്. അതിലൊക്കെ കൃത്യമായ രീതിയിൽ വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വിമാനം കൂടിയായിരുന്നു ഇത് എന്നുള്ളതായിരുന്നു. പക്ഷേ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. ഇതുവരെ അതായത്
ഇതിൽ ഈ എഞ്ചിൻ വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന തടസ്സം അത് വലിയ രീതിയിലുള്ള ഒരു കാര്യമായി നേരത്തെ തന്നെ എയർഫോഴ്സ് അറിയിക്കുകയും ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിമാനങ്ങൾ തയ്യാറാക്കുന്നതിൽ ചില കാലതാമസങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഏകദേശം 97 വിമാനങ്ങളാണ് ഈ വ്യോമസേനയുടെ ഭാഗമായി തദ്ദേശമായി വികസിപ്പിച്ച യുദ്ധവിമാനങ്ങൾ. ഇത്തരത്തിൽ 97 എണ്ണമാണ് ഇന്ത്യയുടെ ഭാഗമായി ഉള്ളത്. അതിൽ 40 എണ്ണമാണ് ഈ വ്യോമസേനയ്ക്ക് അടുത്തിടെ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അതിൽ 3 എണ്ണമാണ് ഈ യുടെ ഭാഗമായി ഇതിൻ്റെ ഈ ഒരു വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്ത് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഒന്നുകൂടിയാണ് തേജസ് ഫൈറ്റർ ജെറ്റ്. അതിൻ്റെ മാർക്ക് 1A എന്ന യുദ്ധവിമാനം, ആ പതിപ്പാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നു വീഴിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ അല്പസമയത്ത് തന്നെ നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ, അതായത് 23 വർഷമായി ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് തേജസ്. അതിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടം, അതും ചരിത്രമെടുത്ത് നോക്കുമ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ അപകടം മാത്രമാണ് ഈ തേജസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2024 ജയ്സാൽമറിൽ വെച്ച്, രാജസ്ഥാനിലെ ജയ്സാൽമറിൽ വെച്ച് പരിശീലന പറക്കലിനിടെ പൊടുന്നനെ തേജസ് വിമാനം തകർന്നു വീഴുകയായിരുന്നു. അത് ഒരു ആളില്ല സ്ഥലത്തായിരുന്നു ഈ വിമാനം തകർന്നു വീഴുകയും ഒപ്പം തന്നെ പൈലറ്റ് അത്ഭുതകരമായി, അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സീറോ ഗ്രാവിറ്റിയിൽ അടക്കം ഇജക്ട് ചെയ്ത് പൈലറ്റിന് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകത ഈ യുദ്ധവിമാനത്തിനുണ്ട് എന്നുള്ളതാണ്. അത് ഉപയോഗിച്ച് അന്ന് ഈ പൈലറ്റ് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ഒരു അപകടത്തിൽ ആ പൊടുന്നനെ താഴേക്ക് പതിക്കുകയാണ്, വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കുകയാണ്. ആ സമയത്ത് അത് തന്നെ നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഈ വിമാനത്തിന് 2200 കിലോമീറ്റർ വരെ വേഗത എടുക്കാൻ കഴിയുന്നതാണ്. വ്യോമാഭ്യാസമൊക്കെ നടത്തുമ്പോൾ അത് 600, 1000, 1200 കിലോമീറ്റർ ഒക്കെ വേഗത്തിലാണ് എങ്കിൽ പോലും 1000 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വിമാനം 5-10 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും സാധാരണ അഭ്യാസങ്ങളൊക്കെ നടത്തുക.